നമ്മളിതുവരെ ഫസ്റ്റ് മോഡ്യൂളിൽ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ജോമെട്രിക് സീരീസ് എന്താണെന്ന് പഠിച്ചു, പി ടെസ്റ്റ് പഠിച്ചു, പിന്നെ അടുത്ത് അതുപോലെ തന്നെ കമ്പാരിസൺ ടെസ്റ്റ് പറഞ്ഞു, പിന്നെ എന്തുവാ കമ്പാരിസൺ ടെസ്റ്റിൽ തന്നെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഞാൻ പറഞ്ഞപ്പം ഓർക്കുന്നുണ്ടോ? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്ത് തരം ഫംഗ്ഷൻസിനാണ് യൂസ് ചെയ്യുന്നത്, സീരീസ് എങ്ങനെയായിരിക്കുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്, പോളിനോമിയൽ വരുമ്പോഴാണ് നമ്മൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞു റേഷ്യോ ടെസ്റ്റും റൂട്ട് ടെസ്റ്റും. റേഷ്യോ ടെസ്റ്റ് ഫാക്ടോറിയലിനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. റൂട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും റൈസ് ടു പവർ വരുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തീർന്നിട്ടില്ല. നമുക്കിനി ഇതിപ്പോൾ ഈ പറഞ്ഞ സീരീസ് എല്ലാം പോസിറ്റീവ് സീരീസ് ആയിരുന്നു. അതായത് ഇടയ്ക്കുള്ള സിമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചു, നമ്മളിതുവരെ സമ്മേഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാം പ്ലസ് ആയിരുന്നു സൈൻ, ഒരിടത്ത് പോലും മൈനസ് വന്നില്ല. അപ്പോൾ എവിടെയെങ്കിലും മൈനസ് വരുന്നാൽ ഓൾട്ടർനേറ്റ് ആയിട്ട്, അതായത് ഇടയ്ക്ക് മൈനസ് വന്നാൽ, ഇതൊരു പോസിറ്റീവ് ടേംസിൻ്റെ മാത്രമല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ മൈനസ് വരുന്ന സീരീസ് അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ കൂടുതൽ തിയറി പറയുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് വിടുന്നുണ്ട്, ഞാൻ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി മാത്രമേ പറഞ്ഞു തരുന്നുള്ളേ. അപ്പം ശരിക്കും തിയറിറ്റിക്കലി നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല പറഞ്ഞു തരേണ്ടത്. ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെ മനസ്സിലാവണോ ആ തരത്തിൽ ഈ ചാപ്റ്റർ അങ്ങ് പറഞ്ഞുതരാൻ പോവുകയാണ്. അതായത് നമുക്കൊരു ക്വസ്റ്റിനകത്ത് സമ്മേഷൻ k equal to 1 to infinity minus 1 raised to k into എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ k raised to k by k factorial എന്നോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താണെന്നറിയോ? ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നോക്കിക്കേ, മൈനസ് കെക്ക് 1 കൊടുക്കുമ്പം ഇതിൻ്റെ ഫസ്റ്റ് ടേം ഇങ്ങനെ വരും, -1 by 1 factorial, അതായത് -1 എന്ന് വരും. അടുത്ത് കെയുടെ വാല്യൂ 2 വരുമ്പോഴേക്കും ഇത് എങ്ങനെയാണ് വരിക? -1 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് പ്ലസ് ആവും, പ്ലസ് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ. അടുത്ത് കെയുടെ വാല്യൂ വീണ്ടും 3 വരുമ്പോഴേക്കും മൈനസ് ആവുന്നുണ്ട്, സെയിം ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഈ സീരീസ് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ പ്ലസും മൈനസും മാറി മാറി വരുന്നുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്ത സീരീസിനകത്ത് ഈ പ്രശ്നമേ ഇല്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ സീരീസിനകത്ത് പ്ലസും മൈനസും വരികയോ അല്ലെങ്കിൽ -1 raised to k ഉണ്ടെങ്കിൽ നമുക്ക് റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്ത്, റേഷ്യോ ഇതിനു മുമ്പ് വേറൊരു ലെബനീസ് ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട്, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പം വേറൊന്നുമല്ല, റേഷ്യോ ടെസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തുവാണ് റേഷ്യോ ടെസ്റ്റ്? റോ ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി uk + 1 by uk. അബ്സല്യൂട്ട് വാല്യൂ എന്താണെന്നറിയോ? അത് നമ്മുടെ ഒരു സീരീസിനകത്തെ 2 - 2 സ്ക്വയർ പ്ലസ് 2 ക്യൂബ് മൈനസ് 2 raised to 4 ഇങ്ങനെ ഒരു സീരീസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഓരോ ടേമിനും നമ്മൾ മോഡുലസ് കൊടുക്കുന്നതിനാണ് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ആ മോഡുലസ് കൊടുത്തിട്ട് ഇതിൻ്റെ കൺവെർജൻസ് ഫൈൻഡ് ചെയ്യുന്നതാണ് അബ്സല്യൂട്ട് കൺവെർജൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയണം. അപ്പോൾ അബ്സല്യൂട്ട് എന്നുള്ള വേർഡ് കൊണ്ട് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? മോഡുലസ് വരും എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇങ്ങനെയല്ല ഇത് പറഞ്ഞു തരേണ്ടത്, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. അബ്സല്യൂട്ട് കൺവെർജൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഓർക്കേണ്ടത്? മോഡുലസ് ഉണ്ടായിരിക്കും ഫോമിലേക്ക് എത്തുക. അപ്പം നമ്മുടെ റേഷ്യോ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? റേഷ്യോ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റോ ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി uk + 1 by uk. ഇതല്ലേ നമ്മുടെ റേഷ്യോ ടെസ്റ്റ്. പക്ഷേ ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസ്, അതായത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം? ഒരു മോഡുലസ് സിമ്പൽ യൂസ് ചെയ്യണം. അങ്ങനെ കിട്ടുന്ന സീരീസ് കൺവെർജ് ആണോ ഡൈവർജ് ആണോ എന്ന് റേഷ്യോ ടെസ്റ്റിന് നമ്മുടെ ഫോമുല എന്തുവാണ്? ഇഫ് റോ ലെസ് ദാൻ 1 the series converges എന്നല്ലേ നമ്മളിവിടെ പറയുന്നത്. the series converges absolutely, therefore convergent series. അതുപോലെ if row greater than 1 ആണെങ്കിൽ series diverges absolutely or divergent series. അതുപോലെ ഇഫ് റോ ഈക്വൽ ടു 1 ആണെങ്കിൽ ടെസ്റ്റ് ഫെയിൽസ്. നമ്മൾ അവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷേ ഈ കൺവെർജൻറ്റും ഡൈവർജൻറ്റും പറയുമ്പോൾ നമ്മൾ അബ്സല്യൂട്ട്ലിയും കൂടെ ചേർത്ത് പറഞ്ഞിട്ടാണ് therefore കൺവെർജൻറ്റ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ത് തരം സീരീസിനാണ്? ഇഫ് സമ്മേഷൻ uk b ആൻഡ് ഓൾട്ടർനേറ്റിംഗ് സീരീസ്. ഓൾട്ടർനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും വരിക. അതുകൊണ്ടാണ് ആ സീരീസ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓൾട്ടർനേറ്റിംഗ് സീരീസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. നമ്മൾ റേഷ്യോ ടെസ്റ്റും റൂട്ട് ടെസ്റ്റും കഴിഞ്ഞിട്ട് ഇതുവരെയും പോസിറ്റീവിൻ്റെ കാര്യം മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഇതുപോലെ ഫോമുല നിങ്ങൾ എഴുതി വെക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതിൽ കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, മൈനസും പ്ലസും വരുന്ന സീരീസ് ഉണ്ടെങ്കിൽ നമ്മൾ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. നിങ്ങൾക്കത് മാത്രമല്ല ലെബനീസ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് കൂടെ പഠിക്കാനുണ്ട്. പക്ഷേ അത് ഞാൻ ലെബനീസ് ടെസ്റ്റ് വേണോ വേണ്ടതെന്ന് ഇതൊരു തീരുമാനിച്ചില്ല. കാരണം അതങ്ങനെ എക്സാമിന് ഒരു പ്രാവശ്യം എന്ത് ചോദിച്ചിട്ടുള്ളൂ, എന്തായിട്ട് ചോദിക്കാറില്ല അങ്ങനെ. ഇപ്പം മൈനസ് ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ എന്താ ഇത് റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ എക്സാം ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് വേണ്ടാന്ന് വെക്കുന്നത്. സപ്പോസ് ഞാൻ വേണ്ടാന്ന് വെക്കി ഒരു ക്വസ്റ്റ്യനെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ടൈം കിട്ടുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാം നമുക്ക്. Okay, first question ഞാൻ ഇവിടെ എഴുതിയിരിക്കുകയാണ്. സമ്മേഷൻ k equal to 1 to infinity -1 raised to k 2 raised to k by k factorial. നമുക്ക് ആ -1 raised to k കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കും എന്തുവാണ് ഇത്
അബ്സല്യൂട്ട് ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ഇവിടെ എന്ത് ഫോമുല യൂസ് ചെയ്താലും നമ്മൾ മോഡുലസ് ഇട്ടിട്ടേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്താ യൂസ് ചെയ്യാൻ പോണേ? റേഷ്യോ ടെസ്റ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം UK എന്ന് പറഞ്ഞ് എടുത്ത് തരണം അല്ലേ. UK എന്തുവാണ്? -1/k 2/k by k factorial. Modulus of UK is equal to modulus of -1/k 2/k by k factorial. ഓക്കെ, എപ്പോൾ നമ്മൾ മോഡുലസ് എടുത്താലും മൈനസ് എന്ന് പറയുന്ന വാല്യൂ അവിടെ വരത്തേയില്ല, ആൻസറിനകത്ത് പ്ലസ്സേ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങ് ആലോചിച്ചാൽ മതി, മോഡുലസ് UK എന്ന് പറഞ്ഞിട്ട് സിമ്പിളിട്ട് എഴുതണമെന്നില്ല. ഇതിനകത്തുള്ള ഈ ആൻസറിനെ 2 -1 കളഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ എടുത്താൽ മതി. 2/k by k factorial. നമുക്ക് UK മാത്രമല്ലല്ലോ, എന്തുകൂടെ വേണം? UK+1 വേണം. UK+1 എന്ന് പറഞ്ഞാൽ എന്താ? -1/k + 1 2/k + 1 by k+1 factorial. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് UK+1 is equal to മോഡുലസ് ഓഫ് -1/k + 1 2/k + 1 by k+1 factorial. -1. അപ്പോൾ മോഡുലസ് ഇടുമ്പോൾ എന്താ പ്രത്യേകത ഓർമ്മിക്കേണ്ടത്? ഇവിടെ അകത്ത് മൈനസ് വരത്തില്ല, ആൻസറിനകത്ത് ബാക്കിയുള്ള ആൾക്കാരെ വരത്തുള്ളൂ. 2/k + 1 by k+1 factorial. ഇത് എപ്പോഴും അങ്ങ് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, മോഡുലസ് ഇടുമ്പോൾ മൈനസ് പോകും എന്നുള്ള കാര്യം ആലോചിച്ചിരുന്നാൽ മതി. ഇനി നമ്മുടെ റേഷ്യോ ടെസ്റ്റ് എന്തുവാ? ബൈ റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസ്. ബൈ റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസ് ഫോമുല എന്തുവാ? റോ ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് UK+1 ബൈ മോഡുലസ് ഓഫ് UK. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് UK+1 എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ ആളെ എഴുതിയാൽ മതി. 2/k + 1 by k+1 factorial the whole by മറ്റേത് എന്തുവായിരുന്നു? മോഡുലസ് ഓഫ് UK എന്ന് പറഞ്ഞാൽ 2/k by k factorial. That is equal to limit k tends to infinity 2/k + 1 ഞാൻ 2/k × 2 എന്ന് എഴുതുവാണ്. ഈ k+1 ഫാക്ടോറിയൽ നമുക്ക് എന്താണെന്ന് എഴുതാം? 1 × 2 × 3 എക്സെട്ര അപ് ടു k × k+1 എന്ന് എഴുതാം. അത് എഴുതി. ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ മുകളിലേക്ക് പോകുമ്പോൾ k ഫാക്ടോറിയൽ മുകളിലേക്ക് വരത്തില്ല. ആ k ഫാക്ടോറിയലാണ് ഞാൻ 1 × 2 × 3 എക്സെട്ര അപ് ടു k എന്ന് എഴുതിയത് ബൈ 2/k. ഓക്കെ, 2/k ക്യാൻസൽ ആയി പോകും. 1 × 2 × 3 എക്സെട്ര അപ് ടു kയും 1 × 2 × 3 എക്സെട്ര അപ് ടു kയും ക്യാൻസൽ ആയി പോകും. ബാക്കി ഇനി എന്താ ഉള്ളത്? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 2/k + 1 എന്ന് വന്നു. ഇനി നമ്മൾ kക്ക് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് വരും? ഇപ്പം 2/∞ എന്ന് വരും അല്ലേ. 2/∞ എന്തുവാണ്? 2/∞ is equal to 0 ആണ്. അപ്പോൾ റോ എന്ന് പറഞ്ഞാൽ 0 which is less than 1. റോ ലെസ് ദാൻ 1 ആണെങ്കിൽ എന്തുവാണ്? സീരീസ് കൺവെർജസ്. therefore the given series converges absolutely. okay, therefore the convergent series, therefore the series is convergent അല്ലെങ്കിൽ therefore convergent series ഇങ്ങനെ എഴുതിയാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇതാണ് നിങ്ങളുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഞാൻ വച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് കാണിച്ചു തന്നു. ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ചെയ്ത് കാണിച്ചു തരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളേ. സമ്മേഷൻ k = 1 to infinity -1/k 2k - 1 factorial by 3/k. എന്തായാലും -1/k ഉണ്ട്. k ഉള്ളതുകൊണ്ട് നമ്മുടെ ഇപ്പോൾ എന്ത് ഫോമിലുള്ള റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യാൻ പോകണേ. സോ തന്നിട്ടുള്ള ആളെ UK എന്ന് എഴുതുന്നു. UK എന്ന് പറയുമ്പോൾ എന്തുവാ? -1/k × 2k - 1 factorial by 3/k. മോഡുലസ് ഓഫ് UK എന്തുവാണ്? മോഡുലസ് കൊടുക്കണോ? -1/k ഇല്ലാണ്ട് എഴുതിയാൽ പോരെ. അപ്പോൾ എന്താ വരുന്നത്? 2k - 1 factorial by 3/k. ഞാൻ എഴുതി കാണിച്ചു നേരത്തെ. മോഡുലസ് ഇട്ടാൽ ആ -1 പോകുന്നേ ഉള്ളൂ. സോ അത് എഴുതിയാലും മതി. അടുത്ത UK+1 is equal to -1/k + 1 × 2 × k + 1 - 1 factorial the whole by 3/k + 1. So modulus of UK+1 is equal to ഈ -1/k + 1 പോകുമ്പോൾ ബാക്കി എന്താണുള്ളത്? 2k + 2 - 1 എന്ന് വരത്തില്ലേ. അപ്പോൾ അതിന് ഞാൻ 2 × ഇപ്പോൾ തൽക്കാലം അങ്ങനെ എഴുതുവാണ്. 2 × k + 1 - 1 factorial by 3/k + 1 എന്ന് എഴുതി. ഓക്കെ, ഇനി എന്താണ്? ബൈ റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസ്. ബൈ റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസിൻ്റെ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്താൽ റോ ഈക്വൽ ടു ഫോമുല എന്തുവാണ്? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് UK+1 ബൈ മോഡുലസ് ഓഫ് UK. that is equal to limit k tends to infinity modulus of UK+1 എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉള്ളത്? 2 × k + 1 - 1 by
3 raised to k plus 1 the whole by ഇവിടുത്തെ ഫാക്ടോറിയൽ എഴുതാൻ വിട്ടുപോയേ 3 raised to k plus 1 by ഡിനോമിനേറ്റർ എന്താ വരിക 2k minus 1 factorial by 3 raised to k. Okay, that is equal to ഇനി നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. This is equal to denominator numerator കൊണ്ടുപോകുമ്പോൾ limit k tends to infinity 2 into k plus 1 minus 1 എന്ന് പറഞ്ഞാലേ 2k plus 2 minus 1 എന്നാകത്തില്ലേ, that is 2k plus 1 factorial അല്ലേ, അതാണ് 2k plus 1 factorial. അതെങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെ, ആ 2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 minus 1 ആണ്, അത് പ്ലസ് 1 ആയത്. ബൈ 3 raised to k plus 1 ഞാൻ 3 raised to k into 3 എന്ന് എഴുതാം. എങ്ങനെയത് x raised to m into x raised to n is equal to x raised to m plus n. ആ ഫോമിൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തത്. ഇൻറ്റു ഡിനോമിനേറ്റർ റെസിപ്രോക്കൽ എന്ന് പറയുമ്പം 3 raised to k by 2k minus 1 factorial. ഓക്കെ, ഇനി നമുക്കിതിനെ അറേഞ്ച് ചെയ്യാം. ഇത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് ഈക്വൽ ടു ഇവിടെ എന്തൊക്കെ ക്യാൻസലായി പോകും, 3 raised to kയും 3 raised to kയും ക്യാൻസലായി പോയി. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് പറയട്ടെ. ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 2k plus 1 എന്ന് പറഞ്ഞാൽ k ഈക്വൽ ടു 1 ആകുമ്പോൾ ഇതെന്താ വരിക, ആദ്യത്തെ വാല്യൂ 3, k ഈക്വൽ ടു 2 ആകുമ്പോൾ ഇത് 5, അടുത്ത് k ഈക്വൽ ടു 3 ആകുമ്പോൾ ഇത് 7, അപ്പോൾ എക്സെട്ര. ഇവിടെ നോക്കിക്കേ ഓരോ വാല്യൂ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, തൊട്ട് 2k plus 1 എന്ന് പറഞ്ഞ വാല്യൂവിനേക്കാളും 2k plus 1, അപ്പോൾ നമ്മൾ കെയുടെ വാല്യൂ 1 2 3 കൊടുത്താൽ വന്നിരിക്കുന്നത്. അപ്പം ഏറ്റവും ലാസ്റ്റ് വാല്യൂ 2k plus 1 ആണെങ്കിൽ തൊട്ടുമുമ്പത്തെ വാല്യൂ എന്തുമായിരിക്കും, 2k minus 1 ആയിരിക്കും. ദ ഹോൾ ബൈ 3 ഇൻറ്റു 1 ബൈ ഡിനോമിനേറ്ററിൽ 2k minus 1 ഫാക്ടോറിയലിന് നമുക്ക് 3 into 5 into 7 എക്സെട്ര അപ് ടു 2k minus 1 എന്ന് എഴുതാം. സോ ഈ 3 into 5 into 7 എക്സെട്ര അപ് ടു 2k minus 1 3 into 5 into 7 എക്സെട്ര അപ് ടു 2k minus 1 ക്യാൻസലായി പോകും. ബാക്കി എന്താ ഇനി ഇവിടെയുള്ള ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 2k plus 1 by 3. നമ്മൾ kക്ക് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ എന്തായി പോവാണ്, ഇൻഫിനിറ്റി ആയി പോവാണ്. അപ്പോൾ റോ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ, റോ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ റോ ഗ്രേറ്റർ ദാൻ 1 ആണ്. Therefore the series absolutely diverges. Therefore divergent series. Okay, ഇത് ഡൗട്ട് വരരുത്. 2k minus 1 വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. 2 into 2 4 plus 1 ആണ് 5 എന്ന്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ വാല്യൂ എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. 2ൻ്റെ തൊട്ട് മുമ്പിലത്തെ കെയുടെ വാല്യൂ എന്തുവാണോ മൈനസ്, അല്ലെങ്കിൽ 2 into 2 4 minus 1 എന്തുവാണ് 3. അങ്ങനെയാണ് ഈ തൊട്ട് മുമ്പിലത്തെ വാല്യൂ വന്നിരിക്കുന്നത്. അതായത് 2k plus 1 എന്ന് പറയുമ്പോൾ 2kയുടെ ഇവിടെ -1 കൊടുക്കുമ്പോഴാണ് തൊട്ട് മുമ്പിലത്തെ വാല്യൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് 2k plus 1 ആണെങ്കിൽ അതിന് തൊട്ട് മുമ്പിലത്തെ വാല്യൂ എന്തായിരിക്കും, 2k minus 1. അങ്ങനെ ഞാൻ ഇത് എഴുതിയേക്കുന്നത്. ഈ ഒരു പ്രോബ്ലം ഒന്ന് നോക്കിക്കോളേ. അതുകൊണ്ട് ഓക്കെ, നമുക്ക് അടുത്തൊരു ടെസ്റ്റ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ല, ലെബനീസ് ടെസ്റ്റ്. ഞാൻ അതും കൂടെ പറയുവാണേ. അതായത് നമ്മളിപ്പോൾ ഏത് ഇങ്ങനത്തെ -1 raised to k വന്നാലും ഞാൻ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യാൻ നിങ്ങളടുത്ത് പറയത്തുള്ളൂ. സപ്പോസ് റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അബ്സല്യൂട്ട് കൺവെർജൻസിന് റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ റോ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് ടെസ്റ്റ് ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം, ലെബനീസ് ടെസ്റ്റ്. ക്വസ്റ്റ്യനിൽ ലെബനീസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് യൂസ് ചെയ്യേണ്ട. ക്വസ്റ്റ്യൻ ലെബനീസ് ടെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി അറിഞ്ഞിരിക്കണം. ഇനി റേഷ്യോ ടെസ്റ്റ് ഇങ്ങനെ -1 raised to k വരുന്ന പ്രോബ്ലത്തിൽ കൊടുത്തിട്ട് ടെസ്റ്റ് ഫെയിലായി പോയാൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ മെത്തേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് -1 raised to k ഉള്ളൊരു സീരീസ്, ആ സീരീസിന് ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് തന്നിരിക്കുന്ന സീരീസിലെ യും നമ്മൾ UK plus 1 എഴുതണം. -1 raised to k ഇല്ലാണ്ട് യും UK plus 1 മോഡുലസ് ഓഫ് യും മോഡുലസ് ഓഫ് UK plus 1 എഴുതണം. ഇഫ് UK ഗ്രേറ്റർ ദാൻ UK plus 1 ആണെങ്കിൽ, ഇഫ് UK ഗ്രേറ്റർ ദാൻ UK plus 1 ആണെങ്കിലും രണ്ടാമത്തെ കണ്ടീഷൻ ഇഫ് k ടെൻസ് ടു ഇൻഫിനിറ്റി UK എന്ന് പറയുന്നത് 0 ആവുകയാണെങ്കിൽ, ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ദ ഗിവൺ സീരീസ് കൺവെർജസ് എന്ന് പറയും. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ, ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, രണ്ടാമത്തെ സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിലും, ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലും കണ്ടീഷൻ ഫെയിലാണ്, അതായത് സീരീസ് ഡൈവർജസ് ആണ്. അതിൽ ഏതെങ്കിലും 2 സാറ്റിസ്ഫൈ ചെയ്താലേ കൺവെർജൻ്റ് ആവത്തുള്ളൂ. ഒരെണ്ണമെങ്കിലും സാറ്റിസ്ഫൈ ആവാണ്ടിരുന്നാൽ അതെന്തുവാണ്, ഡൈവർജൻ്റ് ആണ്. ഓക്കെ, ഈ ലെബനീസ് ടെസ്റ്റിൻ്റെ ഫോമിൽ ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് UK, ഇവിടെ മോഡുലസ് ഓഫ് UK plus 1 എന്നും ഇവിടെ ഫോമിലേക്കകത്ത് UK എന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്തോളണം. ഇതിൻ്റെ പ്രോബ്ലം നമുക്കൊരെണ്ണം ചെയ്യാം. പ്രോബ്ലം എന്ന് പറയുന്നത് സിഗ്മ k equal to 1 to infinity -1 raised to k plus 1 into 1 by k. ഇതാ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മൾ ലെബനീസ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോഴേക്കും നമ്മൾ എന്തുവാ ആദ്യം ചെയ്യേണ്ടത്, ഇതിനെ UK എടുത്ത് എഴുതണം. മോഡുലസ് ഓഫ് UK വേണം. UK എന്ന് പറഞ്ഞാൽ -1 raised to k plus 1 into 1 by kയും മോഡുലസ് ഓഫ് UK എന്ന് പറയുമ്പോഴേക്കും -1 raised to k plus 1 വരും. ബാക്കി എന്ത് മാത്രമേ വരത്തുള്ളൂ, 1 by k മാത്രമേ വരത്തുള്ളൂ. അതുപോലെ UK plus 1 എന്ന് പറയുമ്പോഴേക്കും
-1 raised to k plus 1 എന്ന് പറയുമ്പോൾ എന്താ k plus 2 into 1 by k plus 2. മോഡുലസ് ഓഫ് യു കെ പ്ലസ് 1 എന്ന് പറയുമ്പം 1 by k plus 2 എന്നും വരും. കാരണം -1 raised to മോഡുലസ് ഇടുമ്പോൾ പോകുന്ന നേരത്തെ പറഞ്ഞല്ലേ. ഇതിൽ ഇനി ആരാ വലുതെന്ന് നോക്കാം. മോഡുലസ് ഓഫ് യു കെ ആണോ മോഡുലസ് ഓഫ് യു കെ പ്ലസ് 1 ആണോ? നമുക്ക് മോഡുലസ് ഓഫ് യു കെ വലുതെന്ന് കിട്ടണം അല്ലേ. അതായത് 1 by k യും 1 by k plus 2. 1 by k plus 1 അല്ലേ. സോ ഇത് 1 by k plus 1. ഓക്കെ, ഞാൻ ഇവിടെ എഴുതി. വെൻ k ഈക്വൽ ടു സമ്മേഷൻ k ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി തന്നെ കിടക്കുന്നത്. അപ്പോൾ kക്ക് 1 കൊടുക്കുമ്പം ഇത് 1 by 1 ഈക്വൽ ടു 1 എന്ന് വരും. മറ്റേതാണെങ്കിൽ 1 by 1 plus 1 is equal to 1 by 2 എന്ന് വരും. അപ്പോൾ 1 is greater than 0.5 അല്ലേ. 1 by 2 എന്ന് 0.5 ആണ്. അതിൻ്റെ അർത്ഥം എന്താ? മോഡുലസ് ഓഫ് യു കെ ഈസ് ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് യു കെ പ്ലസ് 1. നിങ്ങളുടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ലെബനീസ് ടെസ്റ്റിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്തുവായിരുന്നു? മോഡുലസ് ഓഫ് യു കെ ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് യു കെ പ്ലസ് 1 ആയിരിക്കണം എന്നുള്ള ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് യു കെ ഈസ് ഈക്വൽ ടു 0 ആണോ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് യു കെ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരുന്നു? 1 by k. കെക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇത് 1 by ഇൻഫിനിറ്റി. 1 by ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. ദെയർഫോർ രണ്ട് കണ്ടീഷനും ഇപ്പോൾ സാറ്റിസ്ഫൈ. മോഡുലസ് ഓഫ് യു കെ ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് യു കെ പ്ലസ് 1 എന്നും കിട്ടി. മോഡുലസ് ഓഫ് യു കെ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എടുത്തപ്പോൾ 0 എന്നും കിട്ടി. ദെയർഫോർ ബോത്ത് കണ്ടീഷൻസ് ഓഫ് ലെബനീസ് ടെസ്റ്റ് are satisfied. അപ്പോൾ എന്താ എൻ്റെ അർത്ഥം? രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ നിങ്ങളുടെ ഈ യു കെ എന്ന് പറയുന്ന ആൾ കൺവെർജൻ്റ് ആണെങ്കിൽ എന്തുവാണ്? ബോത്ത് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ദ സീരീസ് ബോത്ത് കൺവെർജസ്. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ബോത്ത് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ് then the given series converges. Therefore the given series converges. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ നമുക്ക് എന്താവും? ഇതിപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഇത് ഡൈവർജസ് ആണ്. അപ്പോൾ ഇത് എപ്പോഴും യൂസ് ചെയ്യണേന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ലെബനീസ് ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യുമ്പം ടെസ്റ്റ് ഫെയിൽ ആയി പോകാമെന്ന് വെച്ചോളൂ. റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസ് യൂസ് ചെയ്ത് ടെസ്റ്റ് ഫെയിൽ ആയി പോകുന്ന കേസിൽ നമ്മൾ ലെബനീസ് ടെസ്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സമ്മേഷൻ ഈ -1 raised to k ഇൻറ്റു ഇങ്ങനെയല്ല, എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ പറയുന്നതാണ് k plus 1 by k into k plus 2 എന്നോ ഇങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആണെന്നല്ല ഞാൻ പറയുന്നത്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം റേഷ്യോ ടെസ്റ്റ് ഫെയിലായി. റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസ് ഫെയിലായത് കാരണം നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വന്നു? ഇതുപോലെ ലെബനീസ് ടെസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ മാത്രമാണ് ലെബനീസ് ടെസ്റ്റിൻ്റെ പ്രോബ്ലം ഒരു പ്രാവശ്യം എക്സാമിന് കണ്ടിട്ടുള്ളത്. അടുത്ത ടോപ്പിക് റേഡിയസ് ഓഫ് കൺവെർജൻസ് ഓഫ് പവർ സീരീസ്. അപ്പോൾ പവർ സീരീസ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ ടേമിലുള്ള സീരീസ് ആയിരിക്കും. ഇങ്ങനെ x - a the whole raised to k. അതായത് സമ്മേഷൻ k equal to 0 to infinity x raised to k by 2 raised to k. അല്ലെങ്കിൽ സമ്മേഷൻ k equal to 1 to infinity -1 raised to k into x - a the whole raised to k. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സിൻ്റെ ടേമിലുള്ള സീരീസ് ആയിരിക്കും. അതിനെയാണ് പവർ സീരീസ് എന്ന് പറയുന്നത്. കൂടുതലൊന്നും നമ്മൾ ആലോചിക്കില്ല. അങ്ങനത്തെ ഒരു സീരീസ് തന്നിട്ട് അതിൻ്റെ റേഡിയസ് ഓഫ് കൺവെർജൻസും ഇൻ്റർവൽ ഓഫ് കൺവെർജൻസും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്നുള്ള ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടുതൽ തിയറി പറയുന്നില്ല. നമ്മൾ റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസ്, റേഷ്യോ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? റോ ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് യു കെ പ്ലസ് 1 ബൈ മോഡുലസ് ഓഫ് യു കെ. ഈ ഫോമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റേഡിയസ് ഓഫ് റേഷ്യോ ടെസ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് റേഡിയസ് ഓഫ് കൺവെർജൻസ്, എങ്ങനെയാണ് ഇൻ്റർവെൽ കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പ്രോബ്ലത്തിനകത്ത് പറഞ്ഞുതരാം. ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ പറയുന്നില്ല. ഇതിന് നമുക്ക് a - b എന്നൊക്കെ പറഞ്ഞിട്ട് ഫോമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പം റോ ലെസ് ദാൻ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും കിട്ടി, അങ്ങനെ ഫോമുല പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഈ പറയുന്ന പ്രൊസീജിയർ വേണം. ഈ പ്രൊസീജിയറിനാണ് നമുക്ക് മാർക്കുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പ്രൊസീജിയറിൽ തന്നെ പ്രോബ്ലം വേണം. അത് പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ തരട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഇൻ്റർവൽ ഓഫ് കൺവെർജൻസ് ആൻഡ് റേഡിയസ് ഓഫ് കൺവെർജൻസ്. പറഞ്ഞത് ശ്രദ്ധിച്ചാണോ? ഫൈൻഡ് ഇൻ്റർവൽ ഓഫ് കൺവെർജൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻഡ് ഇൻ്റർവൽ ഓഫ് കൺവെർജൻസ് ആൻഡ് റേഡിയസ് ഓഫ് കൺവെർജൻസ് ഓഫ് ഫോളോയിങ് സീരീസ്. റേഡിയസ് ഓഫ് കൺവെർജൻസ് ഓഫ് ഫോളോയിങ് സീരീസ്. നിങ്ങൾക്ക് ഈ രണ്ട് വേർഡ് മനസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എഴുതിയത്. കാരണം ഞാൻ തിയറി ഒന്നും പറയാൻ ഡയറക്റ്റായിട്ട് പ്രോബ്ലത്തിൽ പോകുന്നതുകൊണ്ടാണ്. ഇൻ്റർവൽ ഓഫ് കൺവെർജൻസ് റേഡിയസ് ഓഫ് കൺവെർജൻസും ഫൈൻഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ തരുവാണ്. സമ്മേഷൻ
k equal to 0 to infinity x raised to k. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഞാൻ തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിനകത്ത് കോൺസ്റ്റൻറ്റും കെയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതെങ്കിലും പ്രോബ്ലത്തിനകത്ത് എക്സ് വരുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എക്സ് വരുന്ന സീരീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ സീരീസ്. നിങ്ങളിപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ പവർ സീരീസ് തന്നിട്ട് കൺവെർജൻസോ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കൺവെർജൻസോ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ടെസ്റ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്? റേഷ്യോ ടെസ്റ്റാണ് യൂസ് ചെയ്യണം. അപ്പോൾ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് യു കെ എഴുതണം അല്ലേ? യു കെ എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഇവിടെ എക്സ് റൈസ് ടു കെ. അടുത്ത് യു കെ പ്ലസ് വൺ എഴുതണം. യു കെ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു കെ പ്ലസ് വൺ. റോയുടെ ഫോമിൽ എന്താണ്? റോ ഇസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് വൺ ബൈ യു കെ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു കെ പ്ലസ് വൺ ബൈ എക്സ് റൈസ് ടു കെ. അപ്പോൾ അതിനടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു കെ പ്ലസ് വണ്ണിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം എക്സ് റൈസ് ടു കെ ഇൻറ്റു എക്സ് ബൈ ഡിനോമിനേറ്ററിന് എക്സ് റൈസ് ടു കെ. ഇതെങ്ങനെയാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തത്? എക്സ് റൈസ് ടു എം പ്ലസ് എൻ ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്ന് നമുക്ക് ഫോമുല അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തത്. എക്സ് റൈസ് ടു കെയും എക്സ് റൈസ് ടു കെയും ക്യാൻസലായി പോയി. എനിക്കിപ്പോൾ എന്താ കിട്ടിയേക്കണേ? റോ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് റോ ഈക്വൽ ടു എനിക്ക് എക്സ് എന്ന് കിട്ടി. അപ്പോൾ ഞാനിവിടെ ഇടാൻ പറഞ്ഞ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഞാനിങ്ങനെ പവർ സീരീസ് വന്നാൽ എന്ത് മെത്തേഡിൽ ചെയ്യണം? യൂസ് റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസ്. അതായത് നമ്മുടെ ഫോമുലയ്ക്കകത്തൊരു മോഡുലസ് വേണം. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇതിനകത്തെല്ലാം ഒരു മോഡുലസ് സിമ്പൽ വേണം. ഇനി ഈ മോഡുലസ് നമ്മൾ സാധാരണ യു കെ ഈക്വൽ ടു എക്സ് റൈസ് ടു കെ ആണെങ്കിൽ മോഡുലസ് ഓഫ് യു കെ ഫൈൻഡ് ചെയ്യുമ്പം മോഡുലസ് സിമ്പൽ ഇടാറില്ലല്ലോ, കാരണം അവിടെ കോൺസ്റ്റൻറ്റ് മാത്രമായിരുന്നു. അതായത് നമ്മൾ മുന്നേ ചെയ്ത പ്രോബ്ലം ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസ് ചെയ്തപ്പം നോക്കിക്കേ, ഇവിടെയൊക്കെ ആണെങ്കിൽ എല്ലാം കെയുടെ ടേം ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? മോഡുലസ് ഇല്ലാണ്ട് അയാളെ തന്നെ എഴുതിയത്. പക്ഷേ ഇവിടെ കെ അല്ല, ഒരു വേരിയബിൾ കിടക്കുക, എക്സ് എന്ന് പറഞ്ഞ ഒരാളെ കിടക്കുക. അപ്പോൾ മോഡുലസ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, മോഡുലസ് ഇട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ മോഡുലസ് ഓഫ് യു കെ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ? മോഡുലസ് ഓഫ് എക്സ് റൈസ് ടു കെ പ്ലസ് വൺ ആണ്. മോഡുലസ് മാറത്തില്ല, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. സോ ഈ മോഡുലസ് ഓഫ് എക്സ് റൈസ് ടു കെ പ്ലസ് വണ്ണിന് സ്പ്ലിറ്റ് ചെയ്യുമ്പം മോഡുലസ് സൈൻ അവിടെ ഉണ്ട്. ഇനി മോഡുലസ് ഓഫ് എക്സ് റൈസ് ടു കെ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് റൈസ് ടു കെ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. സോ റോ ഈക്വൽ ടു നമുക്കിവിടെ കിട്ടുന്നത് മോഡുലസ് ഓഫ് എക്സ് എന്നാണ്. നമുക്ക് കൺവെർജൻ്റ് ആവുന്ന ഇൻ്റർവെലാണ് കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴാണ് റേഷ്യോ ടെസ്റ്റ് കൺവെർജൻ്റ് ആവണേ? ഇഫ് റോ ലെസ് ദാൻ 1 ദെൻ ദ സീരീസ് കൺവെർജസ് അബ്സല്യൂട്ട്ലി എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇവിടെ റോ എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ആവുമ്പോഴാണ് സീരീസ് കൺവെർജസ് ആവുന്നത്. ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക, മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് എവിടെയെങ്കിലും ഇനി കാണുകയാണെങ്കിൽ, അതായത് നമ്മൾ പ്രോബബിലിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അറിയാം, മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് കാണുകയാണെങ്കിൽ എൻ്റെ അർത്ഥം മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്നാണ്. അപ്പോൾ ഇവിടുത്തെ മോഡുലസ് എക്സ് ലെസ് ദാൻ 1 നമുക്ക് എങ്ങനെ എഴുതാം? അടുത്ത സ്റ്റെപ്പിൽ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആവുമ്പോഴാണ് ദ സീരീസ് കൺവെർജസ്. ഓക്കെ, കൺവെർജസ് അബ്സല്യൂട്ട്ലി. അതായത് നമ്മളൊരു നമ്പർ ലൈൻ വരച്ചാൽ -1 മുതൽ 1 വരെയുള്ള ഈ പോർഷനകത്താണ് ഈ സീരീസ് കൺവെർജൻ്റ് ആവുന്നത്. അപ്പോൾ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? -1,1 ആണ്. അപ്പോൾ ഇങ്ങനെ -1,1 നമുക്ക് പലതരത്തിൽ ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്മോൾ ബ്രാക്കറ്റ് ഇട്ട് എഴുതാൻ പറ്റും, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇട്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഒരിടത്ത് സ്മോൾ ഒരിടത്ത് ക്ലോസ്ഡ്. ഇതിൻ്റെ അർത്ഥം എന്താ? ഈ സ്മോൾ ബ്രാക്കറ്റ് ഇട്ടാൽ എൻ്റെ അർത്ഥം -1 ഇതിനകത്തെ പോയിന്റ് അല്ല, -1 കഴിഞ്ഞ് തൊട്ടടുത്ത പോയിന്റ് മുതൽ 1ന് തൊട്ട് മുന്നേ ഉള്ള പോയിന്റ് വരെ എന്നാണ് അതിൻ്റെ മീനിങ്. ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇട്ടിരുന്നാൽ ഇങ്ങനത്തെ സ്ക്വയർ ബ്രാക്കറ്റ് ആയിരുന്നെങ്കിൽ എൻ്റെ അർത്ഥം ഇൻക്ലൂഡിങ് -1 and 1 എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിഞ്ഞൂടാ ഇത് ഏത് ബ്രാക്കറ്റാണ് ഇതിൻ്റെ ഇൻ്റർവെലിന് ഇടേണ്ടതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഓരോ പോയിന്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കണം. വെൻ എക്സ് ഇസ് ഈക്വൽ ടു -1, ഈ സീരീസ് എങ്ങനെയാവും? സമ്മേഷൻ കെ ഈക്വൽ ടു 0 to infinity x raised to k എന്ന് പറയുന്നത്, സമ്മേഷൻ k is equal to 0 x raised to k എന്ന് പറയുന്നത് this is equal to xന്റെ വാല്യൂ -1 ആവുമ്പം സമ്മേഷൻ k equal to 0 to infinity -1 raised to k എന്നാവും. ഓക്കെ, -1 raised to k എന്ന് പറയുന്നത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എക്സ്പാൻഡ് ചെയ്ത് നോക്കുമ്പം k equal to 0 ആകുമ്പോൾ ഇയാൾ 1 ആണ്. എനി നമ്പർ raised to 0 1 ആണ്. k equal to 1 ആകുമ്പോഴേക്ക് ഇത് -1 ആവുകയാണ്. k equal to 2 ആകുമ്പോൾ again 1, അടുത്ത് -1 +1 -1 എക്സെട്ര. ഇത് ജോമെട്രിക് സീരീസ് ആണ്. ഇവിടെ r എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. therefore the series diverges എന്ന് ആലോചിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓക്സിലേറ്റിംഗ് സീരീസ് ആണ്. 1 -1 1 -1 അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ പോകുന്നുള്ളൂ, വേറെ അതിന് അപ്പുറത്തെ പോയിന്റോട്ട് പോകില്ല. അപ്പം ഒരു പെൻഡുലം ആയിരുന്ന പോലെ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് ഇങ്ങനെയല്ലേ, അങ്ങനെ പോകുന്നതിന് പറയുന്നത് ഓക്സിലേറ്റിംഗ് സീരീസ് എന്നാണ്. അങ്ങനത്തെ സീരീസ് എപ്പോഴും ഡൈവർജസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാം. സിൻസ് ദിസ് ഇസ് എൻ ഓക്സിലേറ്റിംഗ് സീരീസ് ദ സീരീസ് ഡൈവർജസ് എന്ന് പറഞ്ഞ് എഴുതാം. അതല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതിപ്പം ജോമെട്രിക് സീരീസ് ആണ്, കാരണം r എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? -1 ആണ്.
R is equal to -1 ആണ്. Modulus of R എന്ന് പറയുന്നത് equal to 1 ആയത് കാരണം the series diverges. നമുക്ക് വേണ്ടത് എന്താണ്? ഈ -1 എന്നുള്ള പോയിന്റിൽ ഡൈവർജൻ്റ് എന്നാണ് കിട്ടിയത്. നമുക്ക് ഈ ഇൻ്റർവെൽ ഓഫ് കൺവെർജൻ്റ് ആണ് വേണ്ടത്. അപ്പം നമുക്ക് മനസ്സിലായി -1ൻ്റെ അടുത്ത് മുന്നേ ഇടേണ്ട സിമ്പൽ സ്മോൾ ബ്രാക്കറ്റ് ആണെന്ന് മനസ്സിലായി. ഇനി x is equal to 1 കൊടുത്ത് നോക്കാം. When x is equal to 1, അപ്പോൾ summation k equal to 0 to infinity x raised to k എന്ന് പറയുന്നത് summation k equal to 0 to infinity 1 raised to k എന്നാവും. That is equal to 1 plus 1 plus 1 plus 1 plus etc. ഓക്കെ, ഇവിടെ എന്ത് തന്നെയാണ്? കോമൺ റേഷ്യോ ഇസ് ഈക്വൽ ടു 1 ആണ്. മോഡുലസ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു 1 ആയത് കാരണം സീരീസ് എന്തായി? ഡൈവർജൻ്റ് ആയി. സീരീസ് ഡൈവർജസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. അത് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റും ഡൈവർജൻ്റ് ആണ്. നമുക്ക് കൺവെർജൻ്റ് ആവുന്ന പോയിന്റ് മാത്രമല്ലേ വേണ്ടേ? അപ്പോൾ -1ഉം 1ഉം കൺവെർജൻ്റ് അല്ല, അതുകൊണ്ട് അത് രണ്ട് ഇൻക്ലൂഡഡ് അല്ല. അത് കഴിഞ്ഞ് അതിനിടയ്ക്കുള്ള എല്ലാ പോയിന്റിലും കൺവെർജൻ്റ് ആണെന്ന് നേരത്തെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ ഇല്ല. -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആണ്. Therefore interval of convergence, therefore the interval of convergence is -1, 1 എഴുതി. ഈ റേഡിയസ് എന്ന് പറഞ്ഞാൽ therefore the radius of convergence is equal to, നമുക്ക് ഇപ്പോൾ a, b ആണ് ഒരു ഇൻ്റർവൽ എങ്കിൽ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന് പറഞ്ഞാൽ b മൈനസ് a ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരിക? ഇവിടുത്തെ b എന്ന് പറയുന്നതാണ് a, b എന്ന് എടുത്താൽ b മൈനസ് a എന്ന് ഇവിടെ എന്താ? 1 മൈനസ് ഓഫ് -1 ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. 1 പ്ലസ് 1 2 ബൈ 2 ഇസ് ഈക്വൽ ടു 1. ഇതാണ് ഇതിൻ്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല പരീക്ഷയ്ക്ക്. ഇതിപ്പോൾ പഠിക്കാൻ പ്രയാസമാണെങ്കിലും പേടിക്കുകയൊന്നും വേണ്ട. ഇത് ഇങ്ങനെ ഒരു ടീച്ചർ പറഞ്ഞുതരാൻ പാടില്ല, പക്ഷേ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നതാണ്. ഇൻ്റർവൽ ഓഫ് കൺവെർജൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതെല്ലാം എഴുതിക്കോ. -1, 1 കുറച്ച് കഴിഞ്ഞ് അപ്പുറത്ത് ക്ലോസ്ഡ് ബ്രാക്കറ്റും ഒരെണ്ണം ഓപ്പണും പിന്നെ ഒരെണ്ണം ക്ലോസ്ഡും -1 1 ഇയാൾ ക്ലോസ്ഡും ഇയാൾ ഓപ്പൺ. ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ എന്നുള്ളതെന്ന് വെച്ച് നമ്മൾ മാർക്ക് തരും. എന്നാൽ കറക്റ്റ് ആൻസറോടെ എഴുതിയേക്കില്ല, അപ്പോൾ അതിന് മാർക്ക് തരണം. ബാക്കി തെറ്റായിട്ടുള്ള എഴുതിയത് കാര്യമില്ല. ഇൻ്റർവൽ ഓഫ് കൺവെർജൻസ് ഇതെന്ന് പറഞ്ഞാൽ അതും എഴുതുക, കുറച്ച് എവിടെ അങ്ങോട്ട് താഴോട്ട് വേണമെങ്കിൽ മറ്റേ ആൻസർ ഇത് 3 4 എഴുതിക്കും. ഇതൊക്കെ കണ്ടുപിടിക്കാൻ പ്രയാസമാണെങ്കിൽ. ഓക്കെ, അല്ല എനിക്ക് മാർക്ക് ഈ ഫോമുല അപ്ലൈ ചെയ്യണം. റോയുടെ വാല്യൂവിൽ മോഡുലസ് ഓഫ് എക്സ് എന്ന് എഴുതുന്നതിന് റോ ലെസ് ദാൻ ഉണ്ടാകുമ്പോൾ സീരീസ് കൺവെർജൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുന്നതിന് 3ാമത്തെ മാർക്ക്. പിന്നെ അടുത്ത് എനിക്ക് ഇൻ്റർവെലിനും റേഡിയസ് ഓഫ് കൺവെർജൻസിനോ മാർക്ക്. ഈ ചെക്ക് ചെയ്യുന്നതിന് എനിക്ക് മാർക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എന്തുവാ, നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇൻ്റർവൽ ഓഫ് കൺവെർജൻസ് ഏത് ബ്രാക്കറ്റ് ഇടണമെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമുക്ക് ഇതുപോലൊരു വൈൽഡ് ഗസ് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എനിക്കങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ പരീക്ഷ എഴുതുന്ന കുട്ടികൾ കറക്റ്റായിട്ട് ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ എഴുതാനാണ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കൺവെർജൻസ് ഓഫ് സമ്മേഷൻ k ഈക്വൽ ടു 1 to infinity x മൈനസ് 5 the whole raised to k by k square. ഓക്കെ, നമ്മൾ ആദ്യം യു കെ എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള സീരീസിനെ എഴുതുവാണ്. എക്സ് മൈനസ് 5 the whole raised to k by k square. മോഡുലസ് ഓഫ് കെ യു കെ നേരത്തെ ഞാൻ എഴുതാൻ വിട്ടു, ഇതിപ്പോൾ എഴുതാൻ വിട്ടുപോരുത്. മോഡുലസ് ഓഫ് യു കെ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 5 the whole raised to k ബൈ കെ സ്ക്വയർ ഒരു കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ അതിന് മോഡുലസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ബൈ കെ സ്ക്വയർ. ഓക്കെ, എക്സ് ഉള്ള സ്ഥാനത്ത് മോഡുലസ് കളയാൻ നമുക്ക് പറ്റത്തില്ലേ. അടുത്ത യു കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 5 the whole raised to k plus 1 ബൈ k പ്ലസ് 1 the whole square. ഓക്കെ, അപ്പോൾ അതിൻ്റെ മോഡുലസ് ഓഫ് യു കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എക്സിൻ്റെ സ്ഥാനത്തുള്ള കെ മാത്രം, എക്സിൻ്റെ സ്ഥാനത്തിന് മാത്രം മോഡുലസ് ഇട്ടിട്ട് മറ്റേയൊക്കെ കൊടുക്കണ്ട. എക്സ് മൈനസ് 5 the whole raised to k പ്ലസ് 1 ബൈ k പ്ലസ് 1 the whole square എന്ന് എഴുതി. ഇനി റേഷ്യോ ടെസ്റ്റ് ബൈ അബ്സല്യൂട്ട് കൺവെർജൻസ് എന്ന് പറഞ്ഞാൽ റോ ഇസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് യു കെ പ്ലസ് 1 ബൈ മോഡുലസ് ഓഫ് യു കെ. That is equal to limit k tends to infinity modulus of uk plus 1 എന്ന് പറഞ്ഞാൽ modulus of x minus 5 the whole raised to k plus 1 by k plus 1 the whole square the whole by modulus of x minus 5 the whole raised to k by k square. Okay, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ this is equal to limit k tends to infinity. നമുക്ക് ഡിനോമിനേറ്ററിൻ്റെ ഫ്രാക്ഷനാണ്, അതിനെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം മോഡുലസ് ഓഫ് എക്സ് മൈനസ് 5 the whole raised to k ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 5 തന്നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. the whole by k plus 1
the whole square. Okay. Denominator reciprocal എന്ന് പറയുമ്പോൾ മുകളിൽ k square വരും. ഡിനോമിനേറ്ററിൽ modulus of x minus 5 the whole raised to k. Okay. Modulus of x minus 5 the whole raised to k. Modulus of x minus 5 the whole raised to k. Cancel ആയി പോയി. ഇനി നമ്മുടെ കയ്യിൽ എന്തുണ്ട്? Limit k tends to infinity. Modulus of x minus 5. എനിക്ക് കെക്ക് മാത്രമല്ല ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇയാൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി എൻ്റെ കയ്യിൽ വന്നിരിക്കുന്ന k സ്ക്വയർ ബൈ k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. പോളിനോമിയൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിൽ നിന്ന് ഹയസ്റ്റ് പവർ, ഇവിടുത്തെ ഹയസ്റ്റ് പവർ k ആണ്. അത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ ഹോൾ സ്ക്വയറിലുണ്ട് k സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 1 ബൈ k ദ ഹോൾ സ്ക്വയർ എന്ന് വരും. k സ്ക്വയർ ക്യാൻസലായി പോയി. kക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പം 1 ബൈ ഇൻഫിനിറ്റി എന്താവും നിങ്ങളെ 0 ആണ്. അപ്പോൾ ഇതെങ്ങനെയായി മാറും? മോഡുലസ് ഓഫ് x മൈനസ് 5 by 1 plus 1 by infinity the whole square എന്ന് പറയും. അപ്പോൾ അത് 1 അല്ലേ? അപ്പോൾ റോ ഈക്വൽ ടു മോഡുലസ് ഓഫ് x മൈനസ് 5 എന്ന ആൻസർ കിട്ടുന്നത്. നമുക്കറിയാം റോ ലെസ് ദാൻ 1 ആകുമ്പോഴാണ് എന്ത് വേണ്ടത്? സീരീസ് കൺവെർജസ് അബ്സല്യൂട്ട്ലി അല്ലേ? ലെസ് ദാൻ 1 ആകുമ്പോഴേ നമ്മൾ സീരീസ് കൺവെർജസ് അബ്സല്യൂട്ട്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റോയുടെ വാല്യൂ എന്താ? മോഡുലസ് ഓഫ് x മൈനസ് 5 ലെസ് ദാൻ 1 ആകുമ്പോഴാണ് സീരീസ് കൺവെർജസ് അബ്സല്യൂട്ട്ലി. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞല്ലേ മോഡുലസ് ഓഫ് x ലെസ് ദാൻ എ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും? മൈനസ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ. അപ്പോൾ മോഡുലസ് ഓഫ് x ലെസ് ദാൻ 1 എങ്ങനെ എഴുതാം? -1 ലെസ് ദാൻ x മൈനസ് 5 ലെസ് ദാൻ 1 ആകുമ്പോഴാണ് സീരീസ് കൺവെർജസ് അബ്സല്യൂട്ട്ലി. എനിക്ക് x തനിച്ചാവണം, എന്നാലേ എനിക്ക് കാര്യമാവത്തുള്ളൂ, ഇൻ്റർവെൽ പറയാൻ പറ്റത്തുള്ളൂ. ഈ മൈനസ് ഇവിടെ പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? -5 പോകാനായിട്ട് ത്രൂ ഔട്ട് ആയിട്ടൊരു 5 ആഡ് ചെയ്താൽ മതി. അപ്പം -1 പ്ലസ് 5 ലെസ് ദാൻ x മൈനസ് 5 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അത് 0. x മൈനസ് 5 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 5 അങ്ങ് പോകും. ബാക്കി എന്തേ ഉള്ളൂ? x ലെസ് ദാൻ 1 പ്ലസ് 5 ആകുമ്പോഴാണ് സീരീസ് കൺവെർജസ് അബ്സല്യൂട്ട്ലി. -1 പ്ലസ് 5 എന്താ കുഞ്ഞുങ്ങളെ? 4 ആണ്. ലെസ് ദാൻ x ലെസ് ദാൻ 6 ആകുമ്പോഴാണ് സീരീസ് കൺവെർജസ് അബ്സല്യൂട്ട്ലി. അതായത് നമുക്ക് നമ്മുടെ ഇൻ്റർവെൽ കിട്ടി. ഇൻ്റർവെൽ എന്തുവാണ്? 4, 6 എന്നുള്ളതാണ് ഇൻ്റർവെൽ. ഒരു ലൈൻ വരച്ചാൽ 4നും 6നും ഇടയ്ക്കാണ് സീരീസ് കൺവെർജൻ്റ് ആവണേ. ഇനി ഇൻക്ലൂഡിങ് 4ഉം 6ഉം ഉണ്ടോ, ഏത് ബ്രാക്കറ്റ് കൊടുക്കണമെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മൾ when x is equal to 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇതെങ്ങനെയായി മാറും? ഇങ്ങടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി x മൈനസ് 5 ദ ഹോൾ റൈസ് ടു k ബൈ k സ്ക്വയർ എന്നുള്ളത് സമ്മേഷൻ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 4 മൈനസ് 5. 4 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എന്താ? -1 റൈസ് ടു k അല്ലേ? ബൈ k സ്ക്വയർ. -1 റൈസ് ടു k ബൈ k സ്ക്വയർ എന്ന് പറയുമ്പം അത് ചെയ്യാനായിട്ട് നമുക്ക് എന്തേ പറ്റത്തുള്ളൂ? -1 വേണ്ട പ്രോബ്ലം ചെയ്യാനായിട്ട് യൂസിങ് റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസ്. അപ്പോൾ മനസ്സിലായോ? ഇതിനെ UK എന്ന് പറഞ്ഞെടുത്ത് തരണം. -1 റൈസ് ടു k ബൈ k സ്ക്വയർ. മോഡുലസ് ഓഫ് UK എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ബൈ k സ്ക്വയർ. അടുത്ത UK പ്ലസ് 1 എന്ന് പറയുമ്പം -1 റൈസ് ടു k പ്ലസ് 1 ബൈ k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ മോഡുലസ് ഓഫ് UK പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 by k plus 1 the whole square. Therefore, by ratio test for absolute convergence, rho is equal to modulus of UK plus 1 by modulus of UK. That is equal to modulus of UK plus 1 by k plus 1 the whole square. The whole by 1 by k square. And the reciprocal വരുമ്പോൾ k square by 1 എന്ന് വരും. That is equal to k square by k square. ഞാൻ പുറത്തേക്ക് എടുത്താൽ ഇത് 1 plus 1 by k എന്ന് വന്നു. k സ്ക്വയറും പോയേ. അപ്പം റോ ഈക്വൽ ടു 1 ആ വരുന്നത് അല്ലേ? റോ ഈക്വൽ ടു 1 വന്നാൽ ടെസ്റ്റ് ഫെയിൽസ് ആണ്. അപ്പോൾ ഞാൻ എടുത്ത മെത്തേഡിൻ്റെ പ്രശ്നമാണ്. നമുക്കിത് വേണ്ടായിരുന്നു. നമുക്കിവിടെ അബ്സല്യൂട്ട് കൺവെർജൻസ് കൊടുക്കുമ്പോഴേ ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇത്രയും എഴുതണ്ടായിരുന്നു. നമുക്കിങ്ങനെ ആലോചിച്ചാൽ മതിയായിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ സമ്മേഷൻ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1 ബൈ k സ്ക്വയർ ആയിരുന്നില്ലേ? നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നില്ലേ? kക്ക് 4 കൊടുത്തപ്പം k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി -1 റൈസ് ടു k ബൈ k സ്ക്വയർ എന്നുള്ളതിന് മൊത്തത്തിൽ അങ്ങ് മോഡുലസ് കൊടുക്കുകയാണെങ്കിൽ ഇതെങ്ങനെ വരും? സമ്മേഷൻ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1 ബൈ k സ്ക്വയർ എന്ന് വരും. 1 ബൈ k സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? p ടെസ്റ്റ് യൂസ് ചെയ്ത് p ഈക്വൽ ടു 2 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. p ഈക്വൽ ടു 2 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1. therefore സീരീസ് കൺവെർജസ്. ഓക്കെ, അപ്പോൾ ചില കേസിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. നമ്മൾ വലിയ കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻസ് വരുമ്പോൾ മാത്രമാണ് നമ്മളത് പോളിനോമിയലൊക്കെ വരുമ്പോൾ മാത്രമാണ് റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യണം. അല്ല ഇങ്ങനത്തെ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ മോഡുലസ് ഡയറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് അബ്സല്യൂട്ട് കൺവെർജൻസിന് ഇങ്ങനെയും മെത്തേഡ് ഉണ്ട് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ. അല്ലാതെ ഇത്രയും ഇതിപ്പോൾ ചെയ്തിട്ട് കണ്ടോ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് ടെസ്റ്റ് ഫെയിലാണ്. അപ്പം ഇതിപ്പോൾ ഞാൻ ഓർക്കാണ്ട് ചെയ്തതാണ്. ഇവിടെ വെച്ച് നമുക്കിത് ഓർക്കണമായിരുന്നു, ഇത് എന്ത് ചെയ്യണമായിരുന്നെന്ന്, ഇങ്ങനെ പി ടെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ചെയ്യണമായിരുന്നെന്ന് ഞാൻ അവിടെ വെച്ച് ആലോചിക്കണമായിരുന്നു, ഞാൻ ഓർക്കാഞ്ഞിട്ടാണ്. അടുത്ത് നമ്മുടെ പോയിന്റ് എന്തായിരുന്നു? വെൻ x is equal to 6, എക്സിന് 6 കൊടുക്കുമ്പോൾ
നിങ്ങളുടെ summation k equal to 1 to infinity x minus 5 the whole raised to k by k square എന്നുള്ളത് summation k equal to 1 to infinity 6 minus 5 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 raised to k എന്ന് പറഞ്ഞാൽ 1 by k square. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് p ടെസ്റ്റ് യൂസ് ചെയ്താൽ p equal to which is greater than 1 therefore series converges. അപ്പോൾ ആ രണ്ട് പോയിന്റിലും സീരീസ് എന്തുവാണ് കൺവെർജൻ്റ് ആണ്. നമ്മുടെ ആ വരച്ച ലൈൻ 2ഉം 6ലും എന്തുവാണ് സീരീസ് കൺവെർജൻ്റ് ആണ്. അപ്പോൾ അത് രണ്ട് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അവിടുത്തെ ബ്രാക്കറ്റ് എങ്ങനെയാണ് വരേണ്ട ക്ലോസ്ഡ് ബ്രാക്കറ്റ്. therefore interval of convergence is closed bracket of 4,6 and radius of convergence radius of convergence is equal to 6 minus 4 by 2 which is equal to 1. Okay. ഞാൻ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. സമ്മേഷൻ k equal to 0 to infinity x raised to k by k factorial. ഓക്കെ, നമ്മൾ ആദ്യം ഇയാളെ യു കെ എന്ന് പറഞ്ഞെടുക്കും. യു കെ ഈക്വൽ ടു എക്സ് റേസ് ടു കെ ബൈ കെ ഫാക്ടോറിയൽ. അപ്പോൾ യു കെ മോഡുലസ് ഓഫ് യു കെ എന്ന് പറഞ്ഞാൽ എന്തുവാണ് മോഡുലസ് ഓഫ് എക്സ് റേസ് ടു കെ ബൈ കെ ഫാക്ടോറിയൽ. അതുപോലെ യു കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു കെ പ്ലസ് 1 ബൈ കെ പ്ലസ് 1 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് യു കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് റേസ് ടു കെ പ്ലസ് 1 ബൈ k plus 1 factorial. Okay, at the by ratio test for absolute convergence rho equal to limit k tends to infinity modulus of uk plus 1 by modulus of uk. That is equal to limit k tends to infinity modulus of uk plus 1 എന്ന് എന്താ modulus of x raised to k plus 1 by k plus 1 factorial the whole by x raised to k by k factorial ഞാൻ തിരിച്ച് എഴുതിക്കോട്ടെ. അതായത് k factorial by modulus of x raised to k. That is equal to limit k tends to infinity modulus of x raised to k plus 1 നെ modulus of x raised to k into modulus of x എന്ന് എഴുതി. k plus 1 factorial നെ 1 into 2 into 3 etc up to k into k plus 1 എന്ന് എഴുതി. അതുപോലെ k factorial നെ 1 into 2 into 3 etc up to k എന്ന് എഴുതി by modulus of x raised to k. modulus of x raised to k modulus of x raised to k cancel ആവും. 1 into 2 into 3 etc up to k യും 1 into 2 into 3 etc up to k യും cancel ആയി. ഇനി k ക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ mod x by infinity എന്നാണ് വരുന്നത്. അതായത് റോ ഈസ് ഈക്വൽ ടു 0. റോ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ ഇഫ് റോ ലെസ് ദാൻ 1 ദ സീരീസ് കൺവെർജസ് എന്നല്ലേ. സീരീസ് കൺവെർജസ് അബ്സല്യൂട്ട്ലി എന്നല്ലേ പറഞ്ഞത്. റോ ലെസ് ദാൻ 1 ആകുമ്പോൾ സീരീസ് കൺവെർജസ് അബ്സല്യൂട്ട്ലി ആണ്. അപ്പോൾ എനിക്കറിയേണ്ടത് നമുക്ക് ഇത് മോഡ് എക്സ് വന്നാലല്ലേ ഇൻ്റർവെൽ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇൻ്റർവെൽ എങ്ങനെയാണ് പറയുക റോ ലെസ് ദാൻ ഈക്വൽ ടു 0 എന്നാണ് വന്നത്. എനിക്ക് ലൈൻ വരച്ചിട്ട് ഇൻ്റർവെൽ പറയാൻ പറ്റില്ല. ഇവിടെ 0 മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നാണ് എൻ്റെ ലൈൻ. അപ്പോൾ ഇതിലൊരു ഇൻ്റർവെൽ എനിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ. therefore interval of convergence is equal to minus infinity comma infinity. അപ്പോൾ റോ ഈക്വൽ ടു 0 മോഡ് എക്സിൻ്റെ വാല്യൂവിൽ അല്ലാതെ ഈക്വൽ ടു 0 എന്നൊക്കെ വന്നാൽ നമ്മൾ എന്താ ആലോചിക്കണം ആ ഫുൾ എൻറ്റയർ ലൈനിൽ അത് കൺവെർജൻ്റ് ആണ്. ഒരു പോയിന്റ് പോലും ഡൈവർജൻ്റ് ആയിട്ടില്ല. therefore the interval converges ആൻഡ് അപ്പോൾ ഇവിടുത്തെ റേഡിയസ് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതും എന്ത് തന്നെയാണ് ഇൻഫിനിറ്റി ആണ്. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്ത് കാണിച്ചു തന്നത്. എക്സാമിന് ചോദിക്കാറുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റൻ അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റൻ നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ടൈലർ സീരീസ് അല്ലെങ്കിൽ മെക്ലോറിൻ സീരീസ്. അപ്പോൾ ടൈലർ സീരീസ് എന്ന് പറയുന്നത് ഒരു പോയിന്റിലാണ് എക്സ് നോട്ട് എന്നൊരു പോയിന്റിൽ എഫ് ഓഫ് എക്സിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഫോമുലയാണ്. ഫോമുല ഇതാണ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ദ ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതേ ടൈലർ സീരീസിന് നിങ്ങൾ ആലോചിച്ചു ആദ്യം എഫ് ഓഫ് എക്സ് നോട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് ആ സമയത്ത് എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ 1 ഫാക്ടോറിയൽ അതിൻ്റെ അടുത്ത പ്രാവശ്യം അതിൻ്റെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി 2 പ്രാവശ്യത്തെ ഡെറിവേറ്റീവ് 3 പ്രാവശ്യത്തെ ഡെറിവേറ്റീവ് ഇങ്ങനെ എത്ര ടേം വേണേലും പോവാം. ഓക്കെ, നമുക്കിപ്പോൾ ഒരു എസ് എ ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിക്കുന്നത് അറ്റ്ലീസ്റ്റ് 3 ടേമെങ്കിലും വരണം എന്ന് ആലോചിക്കണേ. ഇനി മെക്ലോറിൻ സീരീസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് എന്തുവാണ് 0 ആണ്. at the point x is equal to 0 വരുന്നതാണ് മെക്ലോറിൻ സീരീസ്. മെക്ലോറിൻ സീരീസ് വരുമ്പോൾ സീരീസ് എങ്ങനെയും വരും എഫ് ഓഫ് 0 പ്ലസ് എഫ് ഡാഷ് ഓഫ് 0 ഇൻറ്റു എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ. ഇങ്ങനെയാണ് മെക്ലോറിൻ സീരീസ് വരുന്നത്. നമുക്കിനി ഇത് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തുടങ്ങാം. ഫൈൻഡ്
Taylor series expansion of f of x is equal to 1 by x at the point x is equal to 1. Okay, നമ്മൾ ആദ്യം ഫോർമുല എഴുതും. നമ്മുടെ ഫോർമുല എന്തുവാണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ പോയിന്റ് 1 ആണ്. അപ്പോൾ എഫ് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ plus f triple dash of 1 into x minus 1 the whole cube by 3 factorial plus etc. എനിക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ f of 1 f dash of 1 ഒക്കെ വേണം. അപ്പം ഞാൻ ആദ്യം f of x എന്താണെന്ന് എഴുതാം. f of x എന്താ? 1 by x. അപ്പോൾ f of 1 എന്തായിരിക്കും? 1 by 1 equal to 1. അടുത്ത കുഞ്ഞുങ്ങളെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്തുവാണ്? 1 by എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 by എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1 by 1 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ മൈനസ് 1 by എക്സ് സ്ക്വയർ നമുക്ക് മൈനസ് ഓഫ് എക്സ് റൈസ് ടു മൈനസ് 2 എന്ന് എഴുതിക്കൂടെ? അപ്പം എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് 1 ഇവിടെ ഓൾറെഡി ഉണ്ട്. എക്സ് റൈസ് ടു മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 2 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 3. മൈനസ് 1 ഇൻറ്റു മൈനസ് 2 എന്ന് പറഞ്ഞാൽ 2 by എക്സ് ക്യൂബ് ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2 by 1 which is equal to 2. ഇനി എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 അവിടെ ഓൾറെഡി ഉണ്ട്. 2 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 3 നമുക്ക് ഇതിന് എഴുതാമല്ലോ. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു മൈനസ് 3 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 4 ദറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 6 ബൈ എക്സ് റൈസ് ടു 4. അപ്പോൾ ഇത് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 1 ഇസ് ഈക്വൽ ടു മൈനസ് 6 ബൈ 1 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 6. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു 4 സെറ്റ് വാല്യൂ ആയിട്ടുണ്ട്. ദെയർഫോർ ദ ടൈലർ സീരീസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ബൈ 1 ഫാക്ടോറിയൽ. എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 6 ഇൻറ്റു എക്സ് മൈനസ് 1 ദ ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ. ഈ 2 ഫാക്ടോറിയൽ 2 ക്യാൻസലായി പോകും. 6ഉം 3 ഫാക്ടോറിയലും ക്യാൻസലായി പോയിട്ട് 1 മൈനസ് എക്സ് മൈനസ് 1 പ്ലസ് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ദ ഹോൾ ക്യൂബ് എന്ന് ആൻസർ കിട്ടും. അങ്ങനെയൊക്കെ എഴുതി തെറ്റിക്കാൻ വയ്യെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിയാലും മതി. ഞാൻ കൂടുതൽ പ്രോബ്ലം ചെയ്യണില്ല. സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് വേറൊന്ന്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ പൈ എക്സ് എന്ന് ചോദിക്കാറുണ്ട്. at the point x is equal to 1. അപ്പോൾ അതും ഇതുപോലെ ഫോമുല എഫ് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് 1 ഈ ഫോമുല എഴുതിയിട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ പൈ എക്സ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 1 കൊടുക്കുമ്പോൾ സൈൻ പൈ എന്ന് വരും. സൈൻ പൈ 0 ആണ്. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ പൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് പൈ എക്സ് ഇൻറ്റു പൈ. അതിൽ എഫ് ഡാഷ് ഓഫ് 1 കൊടുക്കുമ്പോൾ പൈ ഇൻറ്റു കോസ് പൈ മൈനസ് 1 ആണ്. അപ്പോൾ അത് മൈനസ് പൈ എന്ന് വരും. അപ്പോൾ ഇതുപോലെ ഡിഫറൻഷ്യേറ്റ് ഇതാണ് എൻ്റെ പ്രൊസീജിയർ. ഞാൻ പ്രൊസീജിയർ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് ഇത് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ചില പ്രാവശ്യം ചോദിക്കാതിരിക്കാറുണ്ട്. പക്ഷേ മെജോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ടൈലർ സീരീസ് അല്ലെങ്കിൽ മെക്ലോറിൻ സീരീസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ മെക്ലോറിൻ സീരീസിന് എപ്പോഴും അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by 1 minus 6. ഇതാണ് സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. മെക്ലോറിൻ സീരീസ് എന്ന് മാത്രമേ പറയത്തുള്ളൂ. ഫൈൻഡ് മെക്ലോറിൻ സീരീസ്. മെക്ലോറിൻ സീരീസ് എന്ന് പറയുമ്പോൾ പോയിന്റ് തരത്തില്ല. കാരണം എന്താ? മെക്ലോറിൻ സീരീസിന്റെ ഫോമുല പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചായിരുന്നോ? മെക്ലോറിൻ സീരീസ് അറ്റ് ദ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ടൈലർ സീരീസ് എക്സ് ഈക്വൽ ടു 0 ആകുമ്പോഴുള്ള ഫോമുലയാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ മെക്ലോറിൻ സീരീസ് എന്ന് പറയുമ്പോൾ ഫോമുല എന്തുവാണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എഫ് ഡാഷ് ഓഫ് 0 ഇൻറ്റു എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഓക്കെ, എഫ് ഓഫ് എക്സ് എടുത്ത് എഴുതാം. എഫ് ഓഫ് എക്സ് ഈ ക്വസ്റ്റ്യനിൽ എന്താ? 1 by 1 minus 6. അപ്പോൾ അതിൽ എഫ് ഓഫ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 1 by 1 is equal to 1 എന്നല്ലേ വരിക? എഫ് ഡാഷ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 by 1 minus 6നെ 1 minus 6 the whole raised to minus 1 എന്ന് ആലോചിച്ചൂടെ? അപ്പോൾ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 1 ഇൻറ്റു 1 minus 6 the whole raised to minus 2 ഇൻറ്റു മൈനസ് 6ൻ്റെ ഡെറിവേറ്റീവ് ഒരു മൈനസ് 1 വരും. അപ്പോൾ അതെന്താ വരണേ? 1 minus 6 the whole raised to minus 2. സോ എഫ് ഡാഷ് ഓഫ് 0 is equal to 1 തന്നെ. റൈസ് ടു മൈനസ് 2 എന്ന് തന്നെ 1 by 1 minus 6 റൈസ് ടു മൈനസ് 2 ആണ്. ഓക്കെ, അടുത്ത എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പം ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം മൈനസ് 2 ഇൻറ്റു 1 minus 6 the whole raised to minus 3 ഇൻറ്റു മൈനസ് 6ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1. മൈനസ് 2 ഇൻറ്റു മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു 1 minus 6 the whole raised to minus 3. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 2 എന്നാണ് വരുന്നത്. 2 ഇൻറ്റു 1 minus 0. അപ്പോൾ എന്താ അത്? 2. അടുത്ത എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു മൈനസ് 3 ഇൻറ്റു 1 minus 6 the whole raised to minus 4 into minus 1ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 6ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1. മൈനസ് 3 ഇൻറ്റു മൈനസ് 1 എന്ന് പറയുമ്പോൾ അത് പ്ലസ് ആവും. 2 ഇൻറ്റു 3 എന്തുവാ? 6 ഇൻറ്റു 1 minus 6 the whole raised to minus 4. അപ്പോഴേക്കും അവിടുത്തെ എഫ്
triple dash of 0 എന്ന് പറഞ്ഞാൽ 6 എന്നായി മാറും. അപ്പം നിങ്ങളുടെ ഫോർമുല f of x is equal to f of 0യുടെ സ്ഥാനത്ത് 1 plus f dash of 0യുടെ സ്ഥാനത്ത് 1 into x by 1 factorial, f double dash 0യുടെ സ്ഥാനത്ത് 2 into x square by 2 factorial plus 6 into x cube by 3 factorial plus etc. വേണമെങ്കിൽ നമുക്ക് 2 2 factorial 6 3 factorial ക്യാൻസൽ ആയി പോകും. സോ ആൻസർ എന്ത് കിട്ടും? 1 plus x square plus x cube plus etc. എന്ന് കിട്ടും. അപ്പം നമുക്ക് ഏത് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചാലും ടൈലർ സീരീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോമിലേക്ക് മാർക്ക് ഉണ്ട്, മക്ലോൺ സീരീസ് ആണെങ്കിലും ഫോമിലേക്ക് മാർക്ക് ഉണ്ട്. പിന്നെ ഈ ഓരോ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യണം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫോമിലേക്കും ലാസ്റ്റ് ആൻസറിനെ മാർക്കുള്ളൂ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫോമിലേക്ക് മാർക്കുണ്ട്, ഈ ഓരോ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുന്ന മാർക്കുണ്ട്, ലാസ്റ്റ് ആൻസർ എടുത്ത് എഴുതുന്നതിന് മാർക്കുണ്ട്. അപ്പോൾ ഇത് ഓരോ സ്റ്റെപ്പിനും ഒരു 3 ടേം ഇവിടെ കിട്ടുമ്പോൾ ഓരോന്നിനും ഓരോ മാർക്കാണ്. ഫോമിലേക്ക് ഒരു മാർക്ക്, ഇപ്പം 4, ലാസ്റ്റ് ആൻസർ എടുത്ത് എഴുതുന്നതിന് 1 മാർക്ക്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞ ഒരു 3 ടേമെങ്കിലും ഇവിടെ ഫൈൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഇതിൽ കൂടുതൽ പ്രോബ്ലം ചെയ്യാനില്ല, നമുക്ക് ഇങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ റേഡിയസ് ഓഫ് കൺവെർജൻസിനകത്തൊക്കെ മാക്സിമം ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് മോഡ്യൂളിലെ എല്ലാ പോർഷനും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ ടോപ്പിക്കിലെ ഒരു ക്വസ്റ്റ്യൻ വീതമെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ. ഈ മോഡ്യൂളിൻ്റെ മാത്രം പ്രത്യേകതയാണ്, നിങ്ങൾ എല്ലാ മോഡ്യൂളിലും ഞാൻ ഫോമിൽ ഇതുപോലെ എഴുതി വെക്കണം എന്ന് പറയും, എങ്കിലും ഈ മോഡ്യൂളിൽ ഒരു ടെസ്റ്റ് കിട്ടുമ്പം ജോമെട്രിക് സീരീസ് കമ്പാരിസൺ ടെസ്റ്റ് ഇങ്ങനെ ഓരോന്നായിട്ട് ആലോചിക്കുക. അവിടെയും ഈ പോളിനോമിൽ ഉണ്ടെങ്കിൽ ആദ്യം ലിമിറ്റ് കമ്പാരിസണിൽ പോവുക, ഫാക്ടോറിയൽ ഉണ്ടെങ്കിൽ റേഷ്യോ ടെസ്റ്റിൽ പോവുക, റൈസ് ടു കെ വരുവാണെങ്കിൽ റൂട്ട് ടെസ്റ്റിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിതുപോലെ എല്ലാ ഫോമിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്താ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഈ റേഷ്യോ ടെസ്റ്റ് തീർന്നു. പിന്നെ അടുത്ത് -1 റൈസ് ടു കെ വരുമ്പോൾ 2 ടെസ്റ്റ്, ഒന്ന് റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസും ലെബനീസ് ടെസ്റ്റ്. അതെന്താണ് മെത്തേഡ്? ഇത് ഫെയിൽ ആവുമ്പോൾ നമ്മൾ ലെബനീസ് ടെസ്റ്റ് യൂസ് ചെയ്യും. അങ്ങനെ ഓർഡർ ആക്കി പഠിച്ചു വെച്ചേക്കും. ഇത് ഫെയിൽ ആവുന്ന കേസ് വരുമ്പോൾ മാത്രമേ നമ്മൾ ഇത് യൂസ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ലെബനീസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മളത് എടുക്കത്തുള്ളൂ. അതുപോലെ റേഡിയസ് ഓഫ് കൺവെർജൻസ് ഓഫ് പവർ സീരീസ് ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ ഇവിടെ എല്ലാ തിയറി പറഞ്ഞത്, പ്രോബ്ലം ചെയ്തപ്പോഴാണ് ഇത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലത്തിൽ ആ പ്രൊസീജിയർ എങ്ങനെയാണ് നിങ്ങളുടെ ഭാഷയിൽ അതൊന്ന് എഴുതി വെച്ചേക്കണം. പിന്നെ നമുക്കുള്ളത് ടൈലർ സീരീസും മെക്ലോറിൻ സീരീസ്. ആകെ ഇത്ര ടോപ്പിക്കേ ഉള്ളൂ. ഏറ്റവും എളുപ്പമുള്ള മോഡ്യൂളാണ്, കാരണം വലിയ ഡെറിവേറ്റീവ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് നമുക്ക് മാർക്ക് കിട്ടുന്ന മോഡ്യൂളാണ്.